നിൽക്കുന്നത് മനശ്ശേരി എന്ന് പറഞ്ഞ ഒരു ലൊക്കേഷനിലാണ്. മനശ്ശേരി നമ്മുടെ വരിക്കാശ്ശേരി മനയും എല്ലാം ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു ലൊക്കേഷനാണിത്. ഇവിടെ ആറാം തമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ കുറച്ച് ഷൂട്ടിംഗ് ലൊക്കേഷൻസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ആറാം തമ്പുരാനിലെ കുറേ സീൻസും മനകളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ അടുത്തത് നോക്കുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഒറ്റപ്പാലം തൃക്കങ്ങോട് പോഴത്തുമനയിലാണ്. പോഴത്തുമന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആറാം തമ്പുരാൻ ഫിലിമിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. ഇത് നിങ്ങൾക്ക് ഈ ഒരു സ്ട്രക്ചറും കാര്യങ്ങളും കണ്ടാൽ തന്നെ അറിയാം. നമ്മുടെ കലാഭവൻ മണിച്ചേട്ടൻ, അതായത് ഈ ആറാം തമ്പുരാനിൽ പൂജയ്ക്ക് വേണ്ടിയിട്ട് ഇവരെ വിളിക്കാൻ വരുന്നൊരു സീനുണ്ട്. അതിൽ കൊലപ്പുള്ളി അപ്പൻ എന്ത് തന്നു എന്നൊക്കെ ചോദിക്കുന്ന സീനും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു ലൊക്കേഷനാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ മണിച്ചേട്ടന് ലാലേട്ടൻ അടിച്ചുകൊണ്ട് പോകുന്നത് പൂജ ചെയ്യാൻ വേണ്ടിയിട്ട്. കൊലപ്പുള്ളി അപ്പൻ എന്ത് തന്നു അല്ലെങ്കിൽ എന്ത് വാഗ്ദാനം ചെയ്തു? എനിക്കൊന്നും പറയാനില്ല, അവിടെ ഇറങ്ങിക്കോളാ. കാരണം അവരുടെ പ്രായവും ആരോഗ്യസ്ഥിതിയൊക്കെ പ്രശ്നമാണ്. എഴുത്തച്ഛ, നമുക്കിറങ്ങാം, വാ. അത് കഴിഞ്ഞാൽ ഇത് അനന്തഭദ്രത്തിലെ നമ്മുടെ നിഗംബരൻ്റെയും വീടായിട്ടും പിന്നെ നമ്മുടെ കാഞ്ചനമാലയുടെ വീടായിട്ടൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു മന. ഒറ്റപ്പാലത്തെ തൃക്കങ്ങോട് പോഴത്തുമന എന്നാണ് ഈ ഒരു ലൊക്കേഷൻ്റെ പേര്. ഈ മനയുടെ മുന്നിൽ നോക്കിയാൽ കാണാം, ഫുള്ള് എന്താ പറയുക, കാടും കാവും ഒക്കെയാണ് ഇത് മുന്നിൽ മൊത്തമായിട്ടുള്ളത്. പിന്നെ അവിടെ നമുക്ക് എന്താ പറയുക, ഒരുപാട് ഈ നെല്ലൊക്കെ ഉണക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ മന എന്ന് പറയുന്ന നാലുകെട്ടാണ്. ഇതിൻ്റെ അങ്ങേ സൈഡിലൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് അധികം അങ്ങോട്ട് പോകാൻ പറ്റില്ല, കൊറോണ ആയതുകൊണ്ട്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ എന്ന് വെച്ചാൽ ഇവിടെ പ്രായമായ ആളുകളുണ്ട്, ഇപ്പോൾ കോവിഡ് സിറ്റുവേഷനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉള്ളിൽ കയറാൻ അവർ സമ്മതിച്ചിട്ടില്ല. പക്ഷേ ഇത് കണ്ടോ, നമ്മളെ ചെങ്കല്ലിൽ കൊത്തിയെടുത്തിട്ട് ഉണ്ടാക്കിയ സാധനമാണ്. അതായത് ഇതിൻ്റെ ഓരോ പില്ലേഴ്സ് വരെ ചെങ്കല്ലിൽ കൊത്തിയെടുത്തിട്ടാണുള്ളത്. അതായത് ഏകദേശം ഒരു 16ഓളം പില്ലേഴ്സ് ഇതിൻ്റെ സൈഡിൽ ഉണ്ട്. അതിൻ്റെ ആക്ച്വൽ ഫ്രണ്ട് വരുന്നത് എനിക്ക് തോന്നുന്നു അപ്പുറത്തെ സൈഡിലാണ്, പക്ഷേ നമുക്ക് അങ്ങോട്ട് കയറാനുള്ള പെർമിഷൻ ഇല്ല. ഓക്കെ, പിന്നെ ഇതൊരു നമുക്കിത് കണ്ടാത്ത ഒരു 3 ഫ്ലോറാണ് ഇതിൻ്റെ ഇത് വരുന്നത്. ഏകദേശം 3 ഫ്ലോർ, 1 2 3 3 ഫ്ലോർ വരുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് നോക്കുമ്പോൾ ഒരു വാളും പരിചയമൊക്കെ അവിടെ വെച്ചത് കാണുന്നുണ്ട്. ഒരു വാളും പരിചയമൊക്കെ അവിടെ തന്നെ നല്ല ഒരു ഷോപ്പ് പീസായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ആൾ താമസം ഇപ്പം ഉണ്ട്. ഈ വീട് ഇങ്ങനെ കാണുമ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വരുന്നത്. നമ്മളെ ജയറാമേട്ടൻ അഭിനയിച്ച പട്ടാഭിഷേകം എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്, വളരെ കോമഡി ആയിട്ടുള്ളൊരു ഫിലിം. അപ്പോൾ ആ ഫിലിമിൽ ജയറാമേട്ടൻ്റെ വീടായിട്ട് ഈ വീട് തന്നെ ചിത്രീകരിച്ചത്. അത് കാണുമ്പോൾ മനസ്സിലാവില്ല, ആ ചുമരൊക്കെ നോക്കിയാൽ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഈ വീടാണെന്നുള്ളത്. ഇപ്പോൾ പോഴത്തുമനയുടെ പുറത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇതാണ് ഇങ്ങോട്ട് കാറ് വരുന്ന വഴി. ഇവിടെ ആയിരുന്നു ആക്ച്വലി ലാലേട്ടൻ വണ്ടി നിർത്തിയതും നമ്മുടെ മണിച്ചേട്ടൻ ഒരു സിഗരറ്റ് തരുമോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു സീനൊക്കെ ഷൂട്ട് ചെയ്തത് ആക്ച്വലി ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അക്വഡേറ്റ്, നമ്മുടെ അനങ്ങമല എക്കോ ടൂറിസത്തിൻ്റെ അടുത്തായിട്ടാണ് ഈ അക്വഡേറ്റ് ഉള്ളത്. ഒറ്റപ്പാലം റൂട്ടാണ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ കാണുന്ന പാലത്തിൻ്റെ മുകളിലാണ് നമ്മുടെ ആറാം തമ്പുരാനിലെ ഒരു സീൻ, ഒരു പ്രത്യേക ഒരു സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതായത് എന്താ പറയുക, നമ്മുടെ ലാലേട്ടൻ്റെ സുഹൃത്ത് നമ്മുടെ സായികുമാർ ചേട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വരും നമ്മുടെ മനയിൽ താമസിക്കാനൊക്കെ, അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാനും. അപ്പോൾ അവിടെ നിന്ന് അവരെ കൂട്ടിക്കൊണ്ടുവന്നു, അവർ കുറച്ച് എന്താ പറയുക മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ പറഞ്ഞയക്കാൻ നമ്മുടെ കൊച്ചി അനീഫക്കായും അപ്പം അവരെയും കൂട്ടി വരുന്ന ഒരു സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു പാലത്തിൻ്റെ മുകളിൽ വെച്ചിട്ടാണ്. ആ ഒരു പാലാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിന് അക്വഡേറ്റ് എന്നാണ് പറയുന്നത്. അനങ്ങാമല എക്കോ ടൂറിസത്തിൻ്റെ അടുത്തായിട്ടാണ് ഇത് കാണുന്നത്. ഈ ഭംഗി അത്രയും നല്ല, ഈ മലയും ഒക്കെ നമുക്ക് ഈ വയലും ഒക്കെ നമുക്കതിൽ ആ ഒരു ഫിലിമിൽ കാണാൻ പറ്റും. അത്രയും ഭംഗിയുള്ള ഒരു സ്ഥലമായിട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പൊളിയായിരിക്കും. പൊളി എന്ന് പറഞ്ഞാൽ പൊപ്പൊളി, അത്രയും ഭംഗിയുള്ള സ്ഥലം. ബാക്കിൽ നിങ്ങൾ കണ്ടില്ലേ ആ ഒരു മലയൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളൊരു സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. ഈ ബ്രിഡ്ജിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്.
അതായത് സാധാരണ നമ്മൾ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുഴ എങ്ങനെ കനാലോ പുഴ എന്തായാലും ഇങ്ങനെ ഒഴുകും, അതിൻ്റെ മുകളിൽ കൂടെയാണ് ബ്രിഡ്ജ് വരിക. പക്ഷേ ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ നേരെ അടിയിലൊരു കനാലാണ്. ഈ ബ്രിഡ്ജിൻ്റെ നേരെ അടിയിൽ കൂടെ ഒരു കനാൽ ഒഴുകുന്നുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ അടിയിൽ പോയാലേ കറക്റ്റ് അത് കാണാൻ വേണ്ടി പറ്റുള്ളൂ. ഇതിൻ്റെ അടിയിൽ കൂടെ നേരെ ഈ വേനൽക്കാലത്ത് 2 പ്രാവശ്യം ഡാം തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ കൂടെ കറക്റ്റ് വെള്ളം പോകും. അതാണ് ഈ ബ്രിഡ്ജിൻ്റെ പ്രത്യേകത. എനിക്കൊരു സംശയമായിരുന്നു, എന്തിനാണ് ഈ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ 2 സൈഡും പാടാണ്, ഒരു പുഴ കനാൽ ഒന്നും ഇവിടെ കാണുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ചോദിച്ചത് എന്താണ് ഈ ബ്രിഡ്ജിൻ്റെ പ്രത്യേകത എന്ന്. അക്വഡക്റ്റിൻ്റെ അടുത്ത് നിന്ന് ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ കുറച്ച് ദൂരം വന്നാൽ മതി, എനിക്ക് തോന്നുന്നു ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്ററിന് ഉള്ളിലായിട്ട് അനങ്ങാൻമല എക്കോ ടൂറിസം ഉണ്ട്. അപ്പം ഇതിൻ്റെ ഈ ഒരു എക്കോ ടൂറിസത്തിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മുടെ ആകാശഗംഗയിൽ ഒരു സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ആ പാറ എറിയുന്നതും പിന്നെ അവളുടെ ദേഹത്ത് ബാധ കൂടിയിട്ടുള്ള ആ ഒരു സീൻസ് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു എക്കോ ടൂറിസത്തിലെ മലയുടെ മുകളിൽ വെച്ചിട്ടാണ്. ഇപ്പം കോവിഡ് കാരണം ഇവിടെ ഈ എക്കോ ടൂറിസം ക്ലോസ്ഡ് ആട്ടോ. നമുക്ക് ഇവിടെ എനിക്ക് തോന്നുന്നത് ഇപ്പം എൻട്രി ഇല്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് മുകളിൽ പോയിട്ട് ഷൂട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വരിക്കാശ്ശേരി മനയുടെ മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ കോവിഡ് മാനദണ്ഡങ്ങൾ കാരണം അവർ പ്രവേശനം അനുവദിക്കുന്നില്ല എന്നാണ് പറയുന്നത്. നമ്മുടെ ലാലേട്ടൻ്റെ ദേവാസുരം, രാവണപ്രഭു, ആറാം തമ്പുരാൻ, ഹലോ, അങ്ങനെ ഒരുപാട് സിനിമകൾ 75-ൽ കൂടുതൽ സിനിമകൾ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒരു ലൊക്കേഷനാണ് ആക്ച്വലി ഈ വരിക്കാശ്ശേരി മന എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ടായിരുന്നു, പക്ഷേ ഇവർ കടത്തി വിടുന്നില്ല. കാരണം കോവിഡ് മാനദണ്ഡങ്ങളായിരിക്കാം ഇവർ കടത്തി വിടാത്തത്. അപ്പം നോക്കാം, നമുക്ക് എന്തായാലും അവർ അടുത്തുനിന്ന് തുറക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ തുറക്കുന്ന സമയത്ത് നമുക്ക് ഒന്നുകൂടി വന്ന് അവിടുത്തെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഷൂട്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഇവിടെ ഞങ്ങൾ നോക്കിയ സമയത്ത് എനിക്ക് തോന്നുന്നത് പുറമേ നിന്ന് കുറേ ആൾക്കാരൊക്കെ കയറ്റി വിടുന്നുണ്ട്, പക്ഷേ കുറേ ആൾക്കാർ കയറ്റി വിടുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ കാണുന്നത്. അതെന്താണെന്നുള്ളത് അറിയില്ല. ഓടി 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 ഭാരതപ്പുഴയുടെ അടുത്തെത്തിയിട്ടുണ്ട്. ഈ ഭാരതപ്പുഴ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ആറാം തമ്പുരാനിൽ കുറേ ഷോട്ടുകളൊക്കെ ഈ ഭാരതപ്പുഴയുടെ സൈഡിലുള്ള ഒരു അമ്പലത്തിന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നരസിംഹത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരുപാട് ഫൈറ്റ് സീൻസും പിന്നെ നമ്മുടെ ബലിയിടുന്ന സീനും അങ്ങനെ ഒരുപാട് സീൻസ് ഷൂട്ട് ചെയ്ത ഒരു ഏരിയയാണ് ഭാരതപ്പുഴ എന്ന് പറയുന്നത്. അപ്പം പാലക്കാട് നമ്മുടെ മനകളുടെ സീരീസിലെ ആറാം തമ്പുരാൻ സിനിമയുടെ ലൊക്കേഷൻ കാഴ്ചകളും നമ്മൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന്. ഇനി മാക്സിമം നിങ്ങളുടെ കമൻറ്റ്സ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലൊക്കെ ഞങ്ങളോട് ഷെയർ ചെയ്യുക. നമ്മളത് ഇനിയിപ്പോൾ എന്താ പറയുക, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങളത് ചെയ്യുന്നതായിരിക്കും, തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ബൈ.